നിൻമുഖത്തു വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു. പ്രൗഢമായ ബന്ധങ്ങൾ, പ്രൗഢമായ പൊന്നിനൊപ്പം. ജനതാ ജ്വല്ലറി, വടക്കാഞ്ചേരി, ഓട്ടുപാറ, ചേലക്കര, പഴയന്നൂർ, തിരുവല്ലാമല ആൻഡ് കുവൈറ്റ്. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിനെതിരെ വീണ്ടും ഗുരുതരാരോപണങ്ങൾ. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അവധി ദിവസം പഞ്ചായത്തിനകത്ത് രാത്രി ജോലി ചെയ്തതിനെതിരെ അട്ടിമറിയെന്നാരോപിച്ച് UDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. നിങ്ങൾ ഫയൽ നശിപ്പിച്ചു, ആ നശിപ്പിച്ച നിങ്ങൾ പരാജയം കൊടുത്തിട്ട് അത് ഞങ്ങളുടെ പേരിൽ എത്തി വെക്കാനുള്ള പരിപാടിയാണ്. ഇത് ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഓർത്തിരുന്ന ഞങ്ങൾ കൂടെ ഉണ്ട്, ഞങ്ങൾ കൂടെ ഉണ്ട്. ഞങ്ങൾ പെൻഷൻ മേടിക്കാൻ പറ്റില്ല. ഈ വക വൃത്തികെട്ട പരിപാടി. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും ഗുരുതരാരോപണങ്ങൾ. പഞ്ചായത്ത് അവധി ദിനത്തിൽ രാത്രിയിൽ ജോലിയിലേർപ്പെട്ട് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി. സംഭവത്തെ തുടർന്ന് UDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഞായറാഴ്ചയാണ് സംഭവമുണ്ടായത്. അവധി ദിനത്തിൽ രാത്രി 8:30യോടുകൂടിയാണ് പഞ്ചായത്തിനകത്ത് ഇദ്ദേഹം കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്നത് കണ്ടെത്തിയത്. പഞ്ചായത്ത് ഒഴിവു ദിനമായതിനാൽ പകലൊന്നും ആരും ജോലിക്കുണ്ടായിരുന്നില്ല. രാത്രിയിൽ ഒറ്റയ്ക്ക് പഞ്ചായത്ത് തുറന്ന് ജോലി ചെയ്യുന്നത് രേഖകൾ അട്ടിമറിക്കാനും തിരിമറി നടത്താനുമുള്ള ലക്ഷ്യത്തിലാണെന്ന് PS ലക്ഷ്മണൻ ആരോപിച്ചു. പഞ്ചായത്തിലെ 6ാം വാർഡ് മെമ്പർ CI ഷാനവാസിനെ അയോഗ്യനാക്കിയതുമായി ബന്ധപ്പെട്ട വിവാദം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് അസിസ്റ്റന്റ് സെക്രട്ടറി. ഇദ്ദേഹം രാത്രിയിൽ പഞ്ചായത്തിലെത്തിയത് ഗൂഢലക്ഷ്യത്തോടെയാണ് എന്നാണ് UDF ആരോപിക്കുന്നത്. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു. UDF പ്രവർത്തകരും സംഭവസ്ഥലത്ത് പ്രതിഷേധം നടത്തി. പുതിയ രേഖകൾ സൃഷ്ടിക്കാനാണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നടപടിയിൽ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് അർദ്ധരാത്രി ഇപ്പൊ പഞ്ചായത്തിന്റെ ഉള്ളിൽ നിന്ന് പോലീസ് പിടിച്ച് പുറത്തിറക്കേണ്ട സ്ഥിതി വന്നിരിക്കുകയാണ്. ലൈറ്റ് എല്ലാം ഓഫാക്കിക്കൊണ്ട് അദ്ദേഹം എന്ത് പണിയാണ് അവിടെ നടത്തിയിരുന്നത് എന്നുള്ളത് തെളിയിക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് CPMന്റെ ആഫീസിൽ നിന്ന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള വേദിയല്ല. UDFന്റെ അടക്കം ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഈ ലോക്കൽ ബോഡിക്കകത്ത് ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ നടത്തി രാഷ്ട്രീയപരമായിട്ട് UDF മെമ്പർമാരെയും മറ്റുള്ളവരെയും തോൽപ്പിക്കാനുള്ള ശ്രമം CPM നാലാക്കി പോക്കറ്റിലിടണം എന്നാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഇതിനകത്തുള്ള പരാതിയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. എന്താണ് ദേശമംഗലം പഞ്ചായത്തിൽ നടക്കുന്നത് എന്നുള്ളത് ഇവിടുത്തെ പൊതുജനങ്ങൾ കൂടി ശ്രദ്ധിക്കണം എന്നുകൂടി അറിയിക്കുകയാണ്. പഞ്ചായത്ത് തുറന്ന് ജോലി ചെയ്യുന്നത് രേഖകൾ